അങ്ങനെ അമർ ചെന്ന് ബെല്ലടിക്കും. ഡോർ തുറക്കുന്നത് ഭയങ്കര ഏജ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും. ഡോർ തുറന്നതും അതിന്റെ ഉള്ളിൽ തന്നെ അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ പാരലൈസ്ഡ് ആയ പോലെ കിടക്കുന്നുണ്ടാവും. ഇത് കണ്ടതും അമറിനാകെ എന്തോ പോലെ ആവും. മറ്റും പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ടാൾക്കാരുണ്ടെന്ന് കൂടി അറിയുന്നുണ്ടാവില്ല. അത്രയ്ക്ക് സൈലന്റ് ആയിരിക്കും അവിടെ ആകെ. അമർ വേഗം റൂം മാറിയതാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരും. അങ്ങനെ ഇവൻ തിരിച്ച് ഇവന്റെ ഫ്ലാറ്റിലെത്തി ഡോർ തുറന്നതും അതിന്റെ ഉള്ളിൽ ഒരു സൗണ്ട് ഉണ്ടാവില്ല. ഇവൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു സൗണ്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇത്രയായപ്പോൾ അമറിനാകെ അവനെ തന്നെ ഡൗട്ട് അടിക്കുമല്ലോ. അവനിത് കേട്ടിട്ടില്ലേ, ഇനി അവന് ഹാലുസിനേറ്റ് ചെയ്തതാണോ, അവന് തോന്നിയതാണോ, അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ ഇവന്റെ ഉള്ളിൽ ആകെ കുറെ ക്വസ്റ്റ്യൻസ് ആവും. എന്താ നടക്കുന്നത് മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാകും. അങ്ങനെ അമർ കിടന്നുറങ്ങി ഒരു ഈവനിങ് ആകുമ്പോൾ എണീച്ചിട്ട് വർക്കിന് പോകും. തിരിച്ചു വരുന്ന ടൈമിൽ ഡോർ തുറന്നതും ഭയങ്കര നോയ്സ് ആയിരിക്കും. ലൈക്ക് കുട്ടി ചിരിക്കുന്നോ ഓടുന്നോ ഒക്കെ കേൾക്കുന്നുണ്ടാവുക. ആ ടൈമിലെന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ഉള്ളിൽ ആകെ എക്കോ ആയിട്ട് ഇങ്ങനെ കേൾക്കുമല്ലോ. ലൈക്ക് പുറത്തേക്കില്ല മുകൾക്കില്ല, റൂമിന്റെ ഉള്ളിൽ മാത്രം എക്കോ ആയിട്ടായിരിക്കും ഇതിങ്ങനെ കേൾക്കുന്നുണ്ടാവുക. അങ്ങനെ ഇവൻ ഈ റൂമിന്റെ ഉള്ളിൽ കൂടെ ആകെ നടക്കും. എവിടുന്നാണ് സൗണ്ട് ശരിക്കും കേൾക്കുന്നത്, എവിടുന്നാണ് കൂടുതൽ സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഇവൻ നോക്കുന്ന ടൈമിൽ ഇവന്റെ റൂമിന്റെ തന്നെ ഒരു സൈഡിലായിട്ട് മുകൾക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും. അതായത് ഒരു ഷെൽഫ് ഉണ്ടാവും. അതിങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളതായിരിക്കും. ഇവന് ഇത്രയും സ്റ്റോറേജ് സ്പേസ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇവനത് തുറന്ന് നോക്കാനേ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാക്കാരും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുക. അങ്ങനെ ഇവനത് തുറന്ന് നോക്കും. ഇതിന്റെ ഉള്ളിൽ കുറെ പഴയ സാധനങ്ങളൊക്കെ ഇതിന്റെ മുന്നേ ഇവിടെ നിന്നവരുടെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ കുറെ സാധനങ്ങളായിരിക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. കുറെ ബോക്സിലായിട്ടായിരിക്കും സാധനം ഉണ്ടാവുക. അങ്ങനെ ഇവൻ ഈ ബോക്സാളെ എടുത്തിനാണ്ട് ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാന്ന് വിചാരിച്ചാണ്ട് നോക്കുന്ന ടൈമിൽ ഒരു സിൽവറിന്റെ ചെയിന് കിട്ടും. അത് നല്ല ലെങ്ത് ഉള്ള ചെയിൻ ഉണ്ടാവുമല്ലോ. എന്നിട്ട് വിത്ത് ലോക്കറ്റ്സ്, ആ ലോക്കറ്റ് തുറന്നാൽ അതിന്റെ ഉള്ളിൽ ഈ ഫോട്ടോസ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ചെയിൻസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ചെയിന് കിട്ടും. ആൻഡ് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു കുട്ടീന്റെ ഫോട്ടോ ആണ് ഉണ്ടാവുക. ഒരു കാരമൽ ബ്രൗൺ ഹെയർ ഒക്കെ ഉള്ള ഒരു കുട്ടീന്റെ ഫോട്ടോ ആണ് ഉണ്ടാവുക.